ഒരു പൊറോട്ട ഇതേപോലത്തെ ഒരു പൊറോട്ടയാണ് കൊടുക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് വളരെ മോശം ടേസ്റ്റ് ആണ്. ഒരു ചുവ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലാ രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ ക്യാൻറ്റീനിലെ മറ്റു ഫുഡിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ഈ കഴിച്ച പൊറോട്ടയുടെ ടേസ്റ്റ് വളരെ മോശമാണ്. ഇത് ഇന്നലത്തെ പൊറോട്ട അല്ലെങ്കിൽ പഴകിയ പൊറോട്ടയാണെന്ന് ഞാൻ പറയും. കാരണം ആ ടേസ്റ്റ് വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ നാടായ പിറോത്തിനെ കുറിച്ച് ഒരു ചെറിയ ഫുഡിങ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. അതായത് പിറോത്ത് ഹോട്ടലുകളിൽ എന്താണ് ഭക്ഷണത്തിൻ്റെ നിലവാരം വളരെ കുറഞ്ഞു പോയെന്ന് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അങ്ങനെ പലയിടത്തും ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ ഒരുപാട് പേര് പല ഹോട്ടലുകളും നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് പേര് ഒരു ഹോട്ടലും കൊള്ളില്ല, നിലവാരം ഒട്ടുമില്ല, ഭക്ഷണം പോരാ എന്ന കമൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് നമ്മുടെ പൊറോട്ട എല്ലാ ഹോട്ടലുകളിലും തന്നെ കയറിയിട്ട് ഓരോ പൊറോട്ട വീതം വാങ്ങിച്ചു. പൊറോട്ട വാങ്ങിച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമാണല്ലോ പൊറോട്ട. അപ്പോൾ അത് തന്നെ ടെസ്റ്റ് ചെയ്ത് തുടങ്ങാമെന്ന് ഓർത്താണ് ഞാൻ ആ പൊറോട്ട വാങ്ങിച്ചത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 15 ഹോട്ടലുകളിൽ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ഹോട്ടലുകളിൽ പൊറോട്ട ഇല്ല, കൊറോണ കാരണമാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചെടുത്തൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് കഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലാഗിലാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് പിറവം റേഞ്ചിൽ നിന്ന് കളക്ട് ചെയ്ത നമ്മൾ വാങ്ങിച്ച പൊറോട്ടകളാണ് ഇരിക്കുന്നത് ഫുള്ള്. ഏകദേശം 17 ഹോട്ടലിൽ നിന്ന് നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും റേറ്റ് കൂടിയത് 2 ഹോട്ടലുകളാണ്. ഒന്ന് സീലോഹ, നമ്മുടെ പഴയ അമ്പലം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഹോട്ടൽ സീലോഹയിൽ 12 രൂപയാണ്. അതുപോലെ നമ്മുടെ ഒക്ടോപ്പസ് പിറവം 3 റോഡ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ 1 വൈയിലെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഹോട്ടൽ ഒക്ടോപ്പസ്, അവിടെ രണ്ടിടത്ത് പറഞ്ഞാൽ 12 രൂപ. ആ 2 പൊറോട്ട നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സംഭവം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഒക്ടോപ്പസിൽ നിന്നുള്ള പൊറോട്ടയാണ്. നമ്മൾ വാങ്ങിച്ചപ്പോൾ ചൂടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലായിടത്തും കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പൊറോട്ട ഒക്ടോപ്പസിൽ നിന്നുള്ള പൊറോട്ട സംഭവം കൊള്ളാം. ഉണ്ട് നല്ല വിശപ്പുണ്ട്. രാവിലെ ഇറങ്ങിയത് കാരണം കുഴപ്പമില്ല. 12 രൂപയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ നമുക്ക് അവസാനം നോക്കാം. അടുത്ത നമുക്ക് സീലോഹ ടേസ്റ്റ് നോക്കാം. ഇതാണ് സീലോഹയുടെ പൊറോട്ട. നല്ലോണം അടിച്ച പൊറോട്ടയാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് 2 12 രൂപ പൊറോട്ട. ബാക്കി എല്ലാ ഹോട്ടലുകളിലും തന്നെ പൊറോട്ടയ്ക്ക് 10 രൂപയാണ്. പിന്നെ ആകെ നമ്മുടെ 5 രൂപ പൊറോട്ട കട കറക്റ്റ് 5 രൂപ പൊറോട്ട കടയിൽ മാത്രമാണ് വേറെ പൊറോട്ട. ബാക്കി എല്ലായിടത്തും 10 രൂപയാണ്. പിന്നെ അടുത്ത ഹോട്ടല് ചിങ്ങം. ഇതാണ് ചിങ്ങം ഹോട്ടലിലെ പൊറോട്ട. കമ്പയർ ചെയ്തിട്ട് ഞാൻ അവസാനം പറയുമ്പോൾ പമ്പിന്റെ
പാലം കഴിഞ്ഞുള്ള രണ്ടാമത്തെ പമ്പിനോട് തൊട്ട് കയറുന്ന ഹോട്ടലാണ് ഏതൻസ്. ഏതൻസിലെ പൊറോട്ട. ഏതൻസ് നമ്മുടെ കടലൊക്കെ പഠിക്കണം. അതിന്റെ ജസ്റ്റ് അടുത്താക്കണം സിട്രസിലെ പൊറോട്ട അടിച്ചിട്ടൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാനിതൊരു ഹോട്ടലുകാരെ മോശമായിട്ട് കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ കച്ചവടം കുറയ്ക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. ഇത് നമ്മുടെ പാലസ് ഹോട്ടല്. പാലസ് ഹോട്ടലിലെ പൊറോട്ട കട്ടിയൊക്കെ അടിച്ചിട്ട് കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ 3 റോഡ്. കുഴപ്പമൊന്നുമില്ല. പൊറോട്ട നമ്മളങ്ങനെ ഒരു പൊറോട്ട മോശം എന്ന് പറയാൻ നമുക്ക് തോന്നില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മൊരിച്ചിലും പൊറോട്ട അടിച്ചിട്ടുള്ള ആ സെറ്റപ്പ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അടുത്ത നമ്മുടെ സ്റ്റാൻഡിൻ്റെ അകത്തുള്ള സിറ്റി ഹോട്ടലാണ്. ഈ ഹോട്ടലിലെ കാണുമ്പോൾ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അടി ഫാസ്റ്റ് ഫുഡ് ഇതൊന്നും ഇതിൻ്റെ അത് കാണാനാണോ ഭയങ്കര തിക്കായിട്ടൊരു ഭയങ്കര കട്ടി കൂടുതലാണ് ഇതിൻ്റെ ഹോട്ടല്. ഇതും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അടിച്ചിട്ടൊന്നുമില്ല പൊറോട്ട. ടേസ്റ്റ് വേണമെങ്കിൽ പറയാന്നുള്ളൊരു സെറ്റപ്പ് കുറവാണ്. ഇത് നമ്മുടെ ചൈനീസ് തട്ടുകട. ഒരു കാണാതെ പൊറോട്ട എന്ന് പറയുമ്പോൾ ഒരു ഫീൽ കിട്ടും. പക്ഷെ ഇതുപോലത്തെ പൊറോട്ട നോക്കി നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. ഒരു സാധാരണ ഒരു ദോശ ഇട്ടിട്ട് വെച്ചേക്കണം. ആ ഒരു ഇതാണ് കാണുമ്പോൾ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല, ആവറേജ് ടേസ്റ്റ്. എന്നുവെച്ചാൽ അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സോ അങ്ങനത്തെ ഫീലൊന്നുമില്ല. ഹോട്ടല് ഐശ്വര്യ അവിടുത്തെ പൊറോട്ടയാണ്. ടേസ്റ്റ് തോന്നും. പൊറോട്ട കുഴപ്പമില്ല. ഇത് ലില്ലീസ് തട്ടുകട. ടേസ്റ്റ് തോന്നും. പൊറോട്ട എന്നുള്ളൊരു ആ ഒരു സങ്കല്പം എനിക്ക് ഇവിടുത്തെ 1-2 ഹോട്ടലുകളിൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഹോട്ടൽ സീലസ് ഹോട്ടലിലെ പൊറോട്ട ഇതാണ്. അടിച്ച കാര്യം ഇട്ടിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റ് ഇല്ല. അപ്പൊ നമ്മള് കടയിൽ നിന്ന് പൊറോട്ട ചൂടോടെ വരുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. നമ്മള് വിശപ്പും കൂടെ ആയതുകൊണ്ട് നമ്മൾ ആ ചൂടിലും പെട്ടെന്ന് കഴിക്കും. പക്ഷെ തണുത്ത് കഴിയുമ്പോഴാണ് പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് 2 നമുക്ക് നോക്കാനുള്ള കടയോട് നോക്കിയിട്ടാണ്. ഇത് JMB ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നുള്ള പൊറോട്ടയാണ്. ഇത് JMB ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നുള്ള പൊറോട്ടയാണ്. ഈ പൊറോട്ടയെ കുറിച്ച് ഞാൻ കുറച്ച് ഇതായിട്ട് പറയാം. കാരണം ഒരു ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ഇതേപോലത്തെ ഒരു പൊറോട്ടയാണ് കൊടുക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് വളരെ മോശം ടേസ്റ്റാണ്. ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ രോഗികളും അതുപോലെ ആൾക്കാരൊക്കെ വന്ന് കഴിക്കുന്നതാണ്. അവിടെ വളരെ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ക്യാൻറ്റീനിലെ മറ്റ് ഫുഡിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ കഴിച്ച പൊറോട്ടയുടെ ടേസ്റ്റ് വളരെ മോശമാണ്. ഇത് ഇന്നലത്തെ പൊറോട്ട അല്ലെങ്കിൽ പഴകിയ പൊറോട്ടയാണെന്ന് ഞാൻ പറയും. കാരണം ആ ടേസ്റ്റ് വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റും. ബാക്കി അടുത്ത പൊറോട്ട നമുക്ക് നോക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നമ്മൾ ഏറ്റവും വേറെ എവിടെ എന്ത് ഫുഡാണോ അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോയി കഴിക്കുന്ന. ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി അല്ലെങ്കിൽ രോഗിനെ കൊണ്ട് ഒരാൾ വന്നപ്പോഴത്തേക്ക് അവർക്ക് പുറത്തു പോയി കഴിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിലാണ് അവർ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അവിടെ എന്തായാലും വളരെ നല്ല ഫുഡ് കൊടുക്കേണ്ട അത്യാവശ്യത്തെ. അപ്പൊ ഇതുപോലത്തെ പൊറോട്ട ഒക്കെ അവിടെ വിൽക്കുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറയാം. നമുക്ക് അടുത്ത പൊറോട്ട നോക്കാം. ഇത് പിറവത്തെ ഏറ്റവും വില കുറഞ്ഞ പൊറോട്ട, അതായത് നമ്മുടെ 5 രൂപ കടയിലെ പൊറോട്ടയാണ്. ചൂടും കാര്യങ്ങളുണ്ട്. ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു പൊറോട്ടയ്ക്ക് ഒരു പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിച്ചിങ്ങനെ വിട്ട് ആ ഒരു നമ്മളിങ്ങനെ ഒരു ഇറച്ചിക്കറിക്കകത്ത് മുക്കി കഴിക്കുമ്പോൾ ആ ഒരു വിട്ടിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ അടിച്ചെടുക്കുന്നതിന്. പക്ഷെ ഇതൊക്കെ വെറുതെ നമ്മൾ മൈദമാവ് കലക്കി ദോശ ഇട്ട് തന്നവരാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ വാങ്ങിച്ച എല്ലാ പൊറോട്ടയും നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ നിങ്ങളോട് പറയാനുള്ളത്,
നമ്മൾ ആദ്യം കഴിച്ച 2 പൊറോട്ട, അതായത് ഈ പൊറോട്ട, ഇത് ഒക്ടോബസിലെയും നമ്മുടെ പാഴൂരുള്ള സീലോഹ ഹോട്ടലിലെ പൊറോട്ടകളാണ്. ഈ 2 പൊറോട്ടയും എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഈ 2 പൊറോട്ടയുടെ ഷേപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല അടിച്ച് വിട്ട് നല്ല ഒരു എന്താ പറയുക ക്രിസ്പി ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ 2 പൊറോട്ടയ്ക്കും. ഈ 2 പൊറോട്ടയ്ക്കും 12 രൂപ വിലയാണ് അവർ വാങ്ങിക്കുന്നത് ഒക്ടോബസിൽ സീലോഹയിൽ. ഈ 2 പൊറോട്ടയും ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അടിച്ച് തന്നതാണ്. ഞാനത് കണ്ടതാണ്, അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നത്. മറ്റുള്ള ഹോട്ടലിൽ ചിലപ്പോൾ അവരെങ്ങനെ എനിക്കറിയില്ല. ഈ 2 ഹോട്ടലിൽ ഞാൻ കണ്ടതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഈ 2 പൊറോട്ടയ്ക്കും നല്ല രുചിയും അതുപോലെ തന്നെ ആ ഒരു പൊറോട്ടയുടെ എല്ലാ ഒരു സെറ്റപ്പും ഉണ്ട്. കാരണം അടിച്ചിട്ടുണ്ട്, നല്ല വിട്ട് ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ഈ പൊറോട്ടയ്ക്കുണ്ട്. ബാക്കിയുള്ള പൊറോട്ടകൾ ഈ 10 രൂപ കടകളിലെല്ലാം കിട്ടുന്ന പൊറോട്ടകൾ ഏകദേശം നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഒരു പൊറോട്ട നോക്ക്, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരാള് ഭക്ഷണം കഴിക്കാൻ അവിടെ വന്ന് ഒരാൾക്ക് വിശന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ അവിടെ വരുന്നത്. നിങ്ങൾ നല്ല ഫുഡ് മാക്സിമം കൊടുക്കണം. ഇത് മോശമാണെന്നല്ല ഞാൻ പറയാം, പക്ഷെ ഈ പൊറോട്ടകളിലൊന്നും അതിൻ്റെതായുള്ള ഒരു ഇത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഒരു പൊറോട്ടയ്ക്കും ആ ഒരു ഇപ്പൊ നിങ്ങൾ ആദ്യം കണ്ട പൊറോട്ട കണ്ടില്ലേ, 12 രൂപ 2 രൂപ കൂടുതൽ ചിലപ്പോൾ പൈസ കൂടുതലായിരിക്കും, പക്ഷെ അവർ ആ വിൽക്കുന്ന പൊറോട്ടയ്ക്ക് അതിൻ്റെതായിട്ടൊരു ക്വാളിറ്റി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ ഈ 17 ഹോട്ടലുകളിലും പോയിട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പൊ ജസ്റ്റ് കുറച്ച് കഴിച്ചു നോക്കി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒക്ടോബസിലെ സീലോഹയിലെ പൊറോട്ടകളാണ്. കാരണം അത് നല്ല ക്രിസ്പിയാണെന്നുള്ള കാണുമ്പോൾ തന്നെ അതൊരു കഴിക്കാനുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള പൊറോട്ടകളിൽ ചില പൊറോട്ടകൾ വളരെ മോശമാണ്. കാരണം ഹോട്ടലുകളുടെ പേരെടുത്ത് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. അവർ ഇനിയിപ്പോൾ അവർക്ക് ഞാനിങ്ങനെ ഈ പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും അവരത് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല കാര്യമല്ലേ. ഞാൻ ആ പേര് പറഞ്ഞ് അവരെ മോശമായിട്ട് ആ ഒരു പേര് കളയണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. ചില പൊറോട്ടകൾ പഴകിയ പൊറോട്ടകളാണെന്നത് ജസ്റ്റ് നമുക്ക് വാങ്ങി വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് പഴകിയ പൊറോട്ടകളാണെന്ന്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഫുഡിന്റെ ഫുഡിന്റെ റിവ്യൂ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടാവോ, അല്ലെങ്കിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നാലെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് കാരണമാണ് ഞാനൊരു ഹോട്ടലിന്റെ പേര് എടുത്തു പറഞ്ഞ് അവരുടെ റിവ്യൂ ചെയ്യാത്തതുകൊണ്ടാണ്, മൊത്തത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒരു ഹോട്ടലിന്റെ ഫുഡ് അവിടുത്തെ ഫുഡ് തന്നെ എടുത്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഫേസ് ചെയ്യേണ്ടത് പോലും എനിക്കറിയില്ല. അത് കാരണമാണ് ഞാനിപ്പോൾ ചെറുതായിട്ട് റിവ്യൂ ചെയ്തത്.